ഇന്ന് എൻ്റെ വീട്ടിലെ മറ്റൊരു ദിവസാണ് ട്ടോ. അപ്പൊ രാവിലെ എണീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ട്ടോ. അപ്പൊ നമ്മള് മൂത്തമ്മന്റെ വീട്ടിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇന്നലെ പ്ലാൻ ഇട്ടിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാട്ടോ. കരുളായിയാണ് മൂത്തമ്മന്റെ വീട്. ഉമ്മാന്റെ നേരെ ജ്യേഷ്ഠത്തിയാണ് ട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ റെഡിയായി ഒരുങ്ങി. കുറച്ച് ലേറ്റ് ആയി, 12 മണിയൊക്കെ ആവാനായി. ഞങ്ങൾ നേരത്തെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും കുറേ ലേറ്റ് ആയി. മക്കളൊക്കെ ചായയൊക്കെ കൊടുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ ഒരുങ്ങാനും ടൈം എടുക്കുമല്ലോ. എന്താല്ലേ അങ്ങനെ ദാ പോവാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ട്ടോ, ഒരു ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുരികം സാധാരണ വരക്കാറില്ല. അപ്പം വെറുതെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ച് പുരികം ഞാനൊന്ന് ചെയ്തു. പക്ഷെ ഭയങ്കര ബോറായോ എന്ന് എനിക്കൊരു സംശയം. ഭയങ്കര കറുപ്പായ പോലെ തോന്നും. കാരണം പൊതുവേ എൻ്റെ പുരികം തീരെ കട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. കട്ടിയില്ല വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പുരികം എഴുതാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിന്ന് വെറുതെ അങ്ങട് എഴുതി നോക്കിയപ്പം ബോറായ പോലെ തോന്നി. എന്തായാലും ഞാൻ നന്നായിട്ടാണ് തുടച്ചെടുത്തത്. അപ്പോഴേ ഒരു സമാധാനമായി. പിന്നെ തലവേദന എടുക്കുന്നതാണ്. ഞാൻ മുടി കെട്ടി വെച്ചപ്പോൾ ഭയങ്കര തലവേദന. അപ്പം മുടിയൊക്കെ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനൊരു ടോപ്പും ഒരു പാൻറ്റുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ദാ നമ്മളെ പൂക്കോട്ടുപാടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുഴയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി മൂത്തമ്മനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം ലേറ്റായി പോയി ഞങ്ങൾ. എല്ലാത്തിനും സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ലേറ്റായി പോയി. അങ്ങനെ ദാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയതാ മക്കളൊക്കെ അതാ ഫോണിലാണ്. നൂനും പിന്നെ അതുപോലെ തന്നെ അബിയാണ്, മൂത്തമ്മേൻ്റെ മോനാണ്. അവർ രണ്ടുപേരും ഫോണിൽ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയൊക്കെ മൂത്തമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിത് മിനുവിന് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം കുറേ നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. ഞങ്ങൾ പുഴയൊക്കെ ഉണ്ട് അവിടെ. പുഴയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോൾ മയങ്ങിപ്പോയി. പിന്നെ ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന്. അവിടെ പാടമൊക്കെ ഉണ്ട് കേട്ടോ. പാടം തോടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു മൂഡില്ല. കാരണം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും. പിന്നെ ദാ നമ്മൾ ചായ കുടിച്ച് വൈകുന്നേരം അച്ചപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പം മോനെ അങ്ങനെ ദാ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അനിയൻ്റെ കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഞങ്ങൾ അറക്കിയതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങോട്ട്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. അങ്ങനെ ദാ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അപ്പോൾ വേറെ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതാണ് ഗ്രാമത്തിൻ്റെ ഭംഗി. കരുളായി ഗ്രാമമാണ് കേട്ടത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.